ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ ലിമിറ്റേഷൻസ് ഓഫ് ഹ്യൂമൻ റിസോഴ്സ് പ്ലാനിംഗ് ആണ്. നമ്മൾ പറഞ്ഞു ഹ്യൂമൻ റിസോഴ്സ് പ്ലാനിംഗ് മീൻസ് എന്താണ്? ഡിറ്റർമിനേഷൻ ഓഫ് ക്വാണ്ടിറ്റി ഓഫ് പേഴ്സണൽ റിക്വയർഡ് ഇൻ എൻ ഓർഗനൈസേഷൻ ആണ്. ഒരു ഓർഗനൈസേഷനിലേക്ക് എത്ര നമ്പർ ഓഫ് എംപ്ലോയീസിനെ വേണം എന്ന് നമ്മൾ തീരുമാനിക്കുന്നതാണ് മാനേജ്മെൻറ്റ് തീരുമാനിക്കുന്നതിനെയാണ് എന്ത് പറയുന്നത്? ഹ്യൂമൻ റിസോഴ്സ് പ്ലാനിംഗ് ഓർ HR പ്ലാനിംഗ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ മാൻ പവർ പ്ലാനിംഗ് എന്ന് പറയുന്നത്. അതിൻ്റെ ലിമിറ്റേഷൻസ് എന്തൊക്കെയായിരിക്കും എന്ന് നോക്കാം. ഫസ്റ്റ് വൺ, ഇൻആക്യുറസി. നമ്മളെപ്പോഴും ഈ എത്ര ആൾക്കാരെ വേണം എന്ന് നമ്മൾ പ്ലാൻ ചെയ്യുന്നത് എന്തിൻ്റെ ബേസിലാണ്? ഓൺ ദി ബേസിസ് ഓഫ് ഫോർകാസ്റ്റിംഗ് ഡിമാൻഡ് ആൻഡ് സപ്ലൈ ആണ്. അപ്പോൾ ഇതൊരിക്കലും എന്തായിക്കൊള്ളണമെന്നില്ല, 100% ഷുവർ ആയിക്കൊള്ളണം എന്നില്ല, ആക്യുറേറ്റ് ആയിക്കൊള്ളണം എന്നില്ല. നമ്മുടെ ഫോർകാസ്റ്റിംഗ് ആണ്, നമ്മുടെ ഒരു പ്രഡിക്ഷൻ ആണ്. അപ്പോൾ അത് 100% ആക്യുറേറ്റ് ആയിക്കൊള്ളണം എന്നില്ല. അതാണ് ഒരു ലിമിറ്റേഷനായിട്ട് പറയുന്നത്. സെക്കൻഡ് വൺ പറയുന്നത് റെസിസ്റ്റൻസ് ഓഫ് എംപ്ലോയീസ് ആണ്. ഇങ്ങനെ പ്രോപ്പറായിട്ട് മാൻ പവർ പ്ലാനിംഗ് ഒക്കെ ചെയ്യുന്ന സമയത്ത് എംപ്ലോയീസ് ഒരു പക്ഷേ അതിനെ എതിർക്കാൻ ചാൻസ് ഉണ്ട്. എന്തുകൊണ്ടായിരിക്കും എംപ്ലോയീസ് എതിർക്കുന്നത്? ബിക്കോസ് ദേ ഫീൽ ദാറ്റ് ദെയർ വർക്ക് ലോഡ് ഇൻക്രീസസ്. അവരുടെ വർക്ക് ലോഡ് ഇൻക്രീസ് ചെയ്യുന്നതായിരിക്കും അവരുടെ ഒരു കോൺസെപ്റ്റ്. അപ്പോൾ അവരെന്ത് ചെയ്യും? അതിനെ എതിർക്കാൻ ചാൻസ് ഉണ്ട്. നെക്സ്റ്റ്, കൺസ്ട്രെയിൻസ്. ഇതൊന്നും അല്ലാതെ നമുക്ക് വേറെ ഒരുപാട് കൺസ്ട്രെയിൻസുകളുണ്ട്. ഇപ്പോൾ എക്സാമ്പിളായിട്ട് പറയുകയാണെങ്കിൽ ടെക്നോളജിയിൽ പെട്ടെന്നൊരു ചേഞ്ച് വന്നു. അപ്പോഴൊക്കെ എന്താണ്, നമ്മൾ വിചാരിച്ച പോലെ ആയിരിക്കില്ല ചിലപ്പം എംപ്ലോയീസിന് ആവശ്യമായിട്ട് വരിക. അതുപോലെ ചിലപ്പോൾ പെട്ടെന്ന് പറയാതൊരു എംപ്ലോയി റിസൈൻ ചെയ്തു പോയി, അല്ലെങ്കിൽ ഏതെങ്കിലും എംപ്ലോയീസ് എന്തെങ്കിലും ഹെൽത്ത് പ്രോബ്ലം കൊണ്ട് ലീവ് എടുത്തു. അപ്പം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വരുന്ന സമയത്ത് നമ്മുടെ ഫോർകാസ്റ്റിംഗ് ഒക്കെ തെറ്റാൻ ചാൻസ് ഉണ്ട്. ദെൻ അതുപോലെ ഇൻസഫിഷ്യൻറ്റ് ഹ്യൂമൻ റിസോഴ്സ് ഇൻഫർമേഷൻ. നമുക്ക് കിട്ടിയിട്ടുള്ള ഇൻഫർമേഷൻസ് ഒക്കെ ഇൻസഫിഷ്യൻ്റ് ആണെങ്കിൽ നമുക്കൊരിക്കലും എന്ത് ചെയ്യാൻ പറ്റില്ല, ഒരു പ്രോപ്പറായിട്ടുള്ള, നമ്മളിപ്പോൾ നല്ല ഇൻഫർമേഷൻ്റെ ബേസിൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റൂ, പ്രോപ്പർ പ്ലാനിങ് നടത്താൻ പറ്റൂ. എക്സിസ്റ്റിംഗ് ആയിട്ട് എത്ര എംപ്ലോയീസ് ഉണ്ടെന്നും ആർക്കൊക്കെ പ്രൊമോഷൻ കൊടുക്കാൻ ചാൻസ് ഉണ്ടെന്നൊക്കെ കറക്റ്റായിട്ടുള്ള നോളേജ് നമുക്ക് ഉണ്ടായിരിക്കണം. എന്നാൽ മാത്രമേ നമുക്ക് നല്ല രീതിയിൽ പ്ലാൻ ചെയ്യാൻ പറ്റൂ. അപ്പോൾ ഈ ഇൻഫർമേഷൻസ് ഒന്നും അവൈലബിൾ അല്ല എങ്കിൽ നമുക്ക് ഒരിക്കലും എന്ത് ചെയ്യാൻ പറ്റില്ല, ഒരു പ്രോപ്പർ പ്ലാനിങ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റില്ല. ദെൻ നോൺ ഇൻവോൾവ്മെൻറ്റ് ഓഫ് ടോപ്പ് ലെവൽ മാനേജേഴ്സ്. ഇപ്പോൾ ഈ ടോപ്പ് ലെവൽ മാനേജ്മെൻറ്റ് ഈ ഒരു HR ഡിപ്പാർട്ട്മെൻറ്റിനോട് നല്ലപോലെ സപ്പോർട്ടീവ് അല്ല എങ്കിൽ നമുക്കൊരിക്കലും നല്ലപോലെ പ്ലാൻ ചെയ്യാൻ പറ്റില്ല. ചില ഓർഗനൈസേഷൻസ് ഒക്കെ വെറുതെ ഒരു HR ഡിപ്പാർട്ട്മെൻറ്റ് എന്നിട്ട് ഒരു റബ്ബർ സ്റ്റാമ്പ് പോലെ ഒരു ഡിപ്പാർട്ട്മെൻറ്റിനെ വെക്കും. അവർക്ക് വലിയ പവറൊന്നും കൊടുക്കാതെ. ടോപ്പ് മാനേജ്മെൻറ്റ് അവരെ വലിയ രീതിയിൽ സപ്പോർട്ട് ചെയ്യില്ല. അപ്പം അങ്ങനെയുള്ള ഓർഗനൈസേഷൻ ആവുന്ന സമയത്തും അവിടെ നല്ലപോലെ HR പ്ലാനിങ് നടക്കില്ല. അതുപോലെ ഇതെന്താണ്, ഒരു ടൈം കൺസ്യൂമിംഗ് ആയിട്ടുള്ള പ്രോസസ്സാണ്. ഇങ്ങനെ എക്സ്പേർട്ടുകളൊക്കെ വേണ്ടി വരും പ്രോപ്പറായിട്ട് HR പ്ലാനിംഗ് ഒക്കെ നടത്താൻ വേണ്ടിയിട്ട്. അപ്പോൾ അതൊരു ടൈം കൺസ്യൂമിംഗ് ആയിട്ടുള്ള പ്രോസസ്സാണ്. ഇതാണ് ലിമിറ്റേഷൻസിൽ പറയുന്നത്. നമ്മുടെ ഹ്യൂമൻ റിസോഴ്സ് പ്ലാനിങ്ങിൻ്റെ ലിമിറ്റേഷൻസ് ആയിട്ട് ഡിസ്കസ് ചെയ്യുന്നതാണ് ഈ കാര്യങ്ങൾ. ദെൻ അടുത്തതായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക്കാണ് മാൻ പവർ ഫോർകാസ്റ്റിംഗ്. എന്താണ്? ഓൾമോസ്റ്റ് രണ്ടും ഈക്വൽ ആയിട്ടുള്ള ടോപ്പിക്കുകളാണ്, മാൻ പവർ ഫോർകാസ്റ്റിങ്ങും അതുപോലെ തന്നെ മാൻ പവർ പ്ലാനിംഗ് എന്നും പറയുന്നത്. മാൻ പവർ ഫോർകാസ്റ്റിംഗ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇറ്റ് ഈസ് ദ പ്രോസസ് ഓഫ് എസ്റ്റിമേറ്റിംഗ് ദ ഫ്യൂച്ചർ ക്വാണ്ടിറ്റി ആൻഡ് ക്വാളിറ്റി ഓഫ് പീപ്പിൾ റിക്വയേർഡ് ഓൺ ദി ബേസിസ് ഓഫ് കോർപ്പറേറ്റ് ആൻഡ് ഫങ്ഷണൽ പ്ലാൻസ്. അല്ല കേട്ടോ, പ്ലാൻസ് ആണ്, ടി ഇല്ല അവിടെ. പ്ലാൻസ് ആൻഡ് ഫ്യൂച്ചർ ആക്ടിവിറ്റി ലെവൽ. നമ്മുടെ ഓർഗനൈസേഷനിലേക്ക് ഫ്യൂച്ചറിൽ എത്ര ക്വാണ്ടിറ്റി എംപ്ലോയീസ്, എത്ര നമ്പർ ഓഫ് എംപ്ലോയീസ്, ഏത് ക്വാളിഫിക്കേഷൻസ് ഉള്ള ആളുകൾ വേണമെന്ന് നമ്മൾ തീരുമാനിക്കുകയാണ്, ഫോർകാസ്റ്റ് ചെയ്യാണ്, എസ്റ്റിമേറ്റ് ചെയ്യാണ്. ഫ്യൂച്ചറിൽ എത്ര ആളെ വേണമെന്ന് എസ്റ്റിമേറ്റ് ചെയ്യാണ്. എന്തിൻ്റെ ബേസിലാണ് നമ്മൾ എസ്റ്റിമേറ്റ് ചെയ്യുന്നത്? ഓൺ ദി ബേസിസ് ഓഫ് അവർ കോർപ്പറേറ്റ് പ്ലാൻ. നമ്മുടെ ഓർഗനൈസേഷൻ്റെ ഓവറോൾ പ്ലാനിൻ്റെയും അതുപോലെ ഓരോ ഡിപ്പാർട്ട്മെൻറ്റ് ഉണ്ടാവില്ലേ, ഫങ്ഷണൽ ഡിപ്പാർട്ട്മെൻറ്റുകളുടെയൊക്കെ പ്ലാനിൻ്റെ അടിസ്ഥാനത്തിൽ മൊത്തം ഓർഗനൈസേഷനിലേക്ക് എത്ര നമ്പർ ഓഫ് എംപ്ലോയീസ്, ഏത് ക്വാളിഫിക്കേഷൻസ് ഉള്ള ആളെ വേണമെന്ന് നമ്മൾ എസ്റ്റിമേറ്റ് ചെയ്യുന്നതിനെയാണ് എന്ത് പറയുന്നത്? മാൻ പവർ ഫോർകാസ്റ്റിംഗ് എന്ന് പറയുന്നത്. രണ്ടും ഒരു സിനോണിമസ് ആയിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു വേർഡുകളാണ് മാൻ പവർ ഫോർകാസ്റ്റിങ്ങും അതുപോലെ തന്നെ മാൻ പവർ പ്ലാനിങ്ങും. മാൻ പവർ ഡിമാൻഡ് ഫോർകാസ്റ്റിങ്ങിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഫാക്ടേഴ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. മെയിൻലി ഈ ഫാക്ടേഴ്സിനെ രണ്ടായിട്ടാണ് ക്ലാസിഫൈ ചെയ്തിട്ടുള്ളത്, എക്സ്റ്റേണൽ ഫാക്ടേഴ്സ് ആൻഡ് ഇൻറ്റേർണൽ ഫാക്ടേഴ്സ്. നമുക്കറിയാം എക്സ്റ്റേണൽ ഫാക്ടേഴ്സ് എന്ന് വെച്ചാൽ എന്തായിരിക്കും? ഫാക്ടേഴ്സ് ഔട്ട്സൈഡ് ദി ഓർഗനൈസേഷൻ ആണ്. ഇൻറ്റേർണൽ ഫാക്ടേഴ്സ് മീൻസ് ഫാക്ടേഴ്സ് വിത്തിൻ ദി ഓർഗനൈസേഷൻ ആണ്. സോ എക്സ്റ്റേണൽ ഫാക്ടേഴ്സിൽ ഫസ്റ്റ് വൺ പറയുന്നത് കോമ്പറ്റീഷൻ ഫ്രം ഡൊമസ്റ്റിക് ആൻഡ് ഫോറിൻ ഓർഗനൈസേഷൻ ആണ്. അതായത് കോമ്പറ്റീഷൻ എത്രത്തോളം ഉണ്ട് എന്നുള്ളത്. അതാണ് എന്തിൽ പറയുന്നത്? കോമ്പറ്റീഷൻ നോക്കിയിട്ടായിരിക്കും എപ്പോഴും നമ്മൾ എന്ത് ചെയ്യുക, നല്ല കോമ്പറ്റീഷനൊക്കെ ഉള്ള മാർക്കറ്റൊക്കെ ആണെങ്കിൽ അത് നമ്മുടെ മാൻ പവർ ഫോർകാസ്റ്റിങ്ങിനെ ബാധിക്കും. രണ്ടാമത് എക്കണോമിക് ക്ലൈമറ്റ്.
ഇപ്പം നമ്മുടെ രാജ്യത്തിൻ്റെ എക്കണോമിക് ക്ലൈമറ്റ് എങ്ങനെയാണ്, ഒരു ഡെവലപ്മെൻറ്റ് സ്റ്റേജിലാണോ അല്ലെങ്കിൽ അത് ഡിപ്രഷനിലാണോ എന്നൊക്കെ നമ്മൾ നോക്കണം. അതുപോലെ ഗവൺമെൻറ്റിൻ്റെ പോളിസി ആൻഡ് ലോ ഏറ്റവും കൂടുതൽ ബാധിക്കുന്ന ഒരു കാര്യമാണ്. ഗവൺമെൻറ് ചിലപ്പോൾ ഇത്ര മണിക്കൂറേ എംപ്ലോയീസ് ജോലി ചെയ്യാൻ പാടുള്ളൂ എന്നൊക്കെ ഉണ്ടാവും. അപ്പോൾ ആ ഗവൺമെൻറ്റിൻ്റെ പോളിസി നോക്കണം. പിന്നെ ടെക്നോളജിയിൽ വരുന്ന ചേഞ്ചസ് അത് എന്തൊക്കെയാണ് നോക്കണം. അതുപോലെ സോഷ്യൽ ആൻഡ് റിലീജിയസ് ഫാക്ടേഴ്സ്, ഇത്രയും കാര്യങ്ങളൊക്കെ നോക്കിയിട്ടാണ് നമ്മൾ മാൻ പവർ ഫോർകാസ്റ്റിംഗ് ചെയ്യുന്നത്. ഇനി ഇതിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഇൻറ്റേർണൽ ഫാക്ടേഴ്സാണ്. ഒന്ന് ബഡ്ജറ്റ് കൺസ്ട്രെയിൻ. നമ്മൾ വെറുതെ എംപ്ലോയീസിനെ അപ്പോയിൻറ്റ് ചെയ്താൽ പോരാ, നമുക്ക് അവർക്ക് കൊടുക്കാൻ എന്ത് വേണം, ക്യാഷ് വേണം. അപ്പോൾ ആ ഒരു ബഡ്ജറ്റ് കൺസ്ട്രെയിൻ നമ്മൾ നോക്കണം. ദെൻ നമ്മുടെ ലെവൽ ഓഫ് പ്രൊഡക്ഷൻ, നമ്മൾ പ്രൊഡക്ഷൻ കൂട്ടാനൊക്കെ തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ എന്ത് വേണ്ടി വരും, കൂടുതൽ എംപ്ലോയീസിന് വേണ്ടി വരും. സോ നമ്മുടെ ലെവൽ ഓഫ് പ്രൊഡക്ഷൻ. അതുപോലെ നമ്മൾ ന്യൂ പ്രൊഡക്ഷൻ മെത്തേഡ്സ് എന്തെങ്കിലും ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നുണ്ടോ, പ്രൊഡക്റ്റ് എന്തെങ്കിലും ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നുണ്ടോ എന്നുള്ളത്. ദെൻ നമ്മുടെ ഓർഗനൈസേഷൻ്റെ സ്ട്രക്ചർ എങ്ങനെയാണ്, അതുപോലെ നമ്മുടെ ഓർഗനൈസേഷനിൽ ആബ്സെൻറ്റീസം, ഡിസ്മിസൽ ഉണ്ടോ, ടേൺ ഓവർ ഉണ്ടോ, എക്സ്പാൻഷൻ പ്ലാൻ ഉണ്ടോ, ഈ കാര്യങ്ങളൊക്കെ നമ്മുടെ മാൻ പവർ ഫോർകാസ്റ്റിങ്ങിനെ ഇൻഫ്ലുവൻസ് ചെയ്യും. ദെൻ നെക്സ്റ്റ് ഡിസ്കസ് ചെയ്യുന്നത് യൂസസ് ഓഫ് മാൻ പവർ ഫോർകാസ്റ്റിംഗ് ആണ്. ഇങ്ങനെ മാൻ പവർ ഫോർകാസ്റ്റിംഗ് പ്രോപ്പറായിട്ട് ചെയ്യുന്നത് കൊണ്ടുള്ള ബെനിഫിറ്റ് എന്തൊക്കെയാണ്. ഒന്ന്, നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, to quantify the number of job required for producing a given quantity of goods. ഒരു പെർട്ടിക്കുലർ ക്വാണ്ടിറ്റി ഓഫ് ഗുഡ്സ്, ഇപ്പോൾ എന്തെങ്കിലും ഒരു ബാഗാണെന്ന് വിചാരിച്ചു, അപ്പോൾ 100 ബാഗ് ഉണ്ടാക്കാൻ എത്ര നമ്പർ ഓഫ് എംപ്ലോയീസിനെ വേണമെന്ന് നമുക്ക് കറക്റ്റായിട്ട് ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടി പറ്റും. അതാണ് ഒരു യൂസ്. രണ്ടാമത്, ഫ്യൂച്ചറിലേക്ക് നമുക്ക് വേണ്ട സ്റ്റാഫ് മിക്സ് എത്രയാണ്, ഓരോ ഡിപ്പാർട്ട്മെൻറ്റിലും ഫ്യൂച്ചറിലേക്ക് എത്ര സ്റ്റാഫ് വേണമെന്ന് നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും. അതുപോലെ ഓരോ ഡിപ്പാർട്ട്മെൻറ്റ്, ഒരു ഓർഗനൈസേഷൻ ആണെങ്കിൽ അവിടെ കുറേ ഡിപ്പാർട്ട്മെൻറ്റ് ഉണ്ടാവും, സെയിൽസ്, മാർക്കറ്റിംഗ്, അതുപോലെ പർച്ചേസ്. അപ്പോൾ ഓരോ ഡിപ്പാർട്ട്മെൻറ്റിലേക്കും വേണ്ട സ്റ്റാഫ് എത്രയാണെന്ന് നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും. അതുപോലെ നമുക്ക് നമ്മുടെ ഷോർട്ടേജ് ഓഫ് വർക്കേഴ്സ്, ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ് ഷോർട്ടേജ് ഓഫ് വർക്കേഴ്സ്, നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അവോയ്ഡ് ചെയ്യാൻ പറ്റും. നമ്മൾ പ്രോപ്പറായിട്ട് മാൻ പവർ പ്ലാനിങ് ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ മാൻ പവർ ഫോർകാസ്റ്റിംഗ് ചെയ്യുന്ന സമയത്ത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഷോർട്ടേജ് ഓഫ് എംപ്ലോയീസ് നമുക്ക് അവോയ്ഡ് ചെയ്യാൻ പറ്റും. അതുപോലെ നമുക്ക് എന്ത് ചെയ്യാനും പറ്റും, നമ്മുടെ ലീഗൽ റിക്വയർമെൻറ്റ്സ് മീറ്റ് ചെയ്യാൻ പറ്റും. നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ, ഇത്ര മണിക്കൂറേ ജോലി ചെയ്യാൻ പാടുള്ളൂ എന്നൊക്കെ ചിലപ്പം ലീഗൽ റൂൾ ഉണ്ടാവും. അപ്പോൾ അതൊക്കെ നമുക്ക് മീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. ഇത്രയുമാണ് യൂസസ് ഓഫ് മാൻ പവർ ഫോർകാസ്റ്റിംഗ്. ദെൻ ഇനി എന്തൊക്കെയാണ് മാൻ പവർ ഫോർകാസ്റ്റിംഗ് ടെക്നിക്കുകൾ ഏതൊക്കെയാണെന്ന് നോക്കാം. മെയിനായിട്ട് 4 ടെക്നിക്കാണ് പഠിക്കാനുള്ളത്. ഒന്ന്, മാനേജീരിയൽ ജഡ്ജ്മെൻറ്റ്. ആ പേര് പോലെ തന്നെ അവിടെ സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ എല്ലാ മാനേജേഴ്സും കൂടെ ഒരുമിച്ചിരിക്കും. അതായത് ഇപ്പോൾ സെയിൽസ് ഡിപ്പാർട്ട്മെൻറ്റിന് ഒരു മാനേജർ ഉണ്ടാവും, മാർക്കറ്റിംഗ് ഡിപ്പാർട്ട്മെൻറ്റിന് ഒരു മാനേജർ ഉണ്ടാവും, പർച്ചേസ് ഡിപ്പാർട്ട്മെൻറ്റിന് ഒരു മാനേജർ ഉണ്ടാവും, ഫിനാൻഷ്യൽ ഡിപ്പാർട്ട്മെൻറ്റിനും ഓരോ മാനേജർ ഉണ്ടാവും. അപ്പോൾ ഈ മാനേജേഴ്സൊക്കെ എന്ത് ചെയ്യും, അവരവരുടെ ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് എത്ര എംപ്ലോയീസിനെ വേണമെന്ന് അവർ പറയും. ഇപ്പോൾ സെയിൽസിലുള്ള ആൾ പറയണം ഒരു 5 എംപ്ലോയീനെ വേണമെന്ന്, മാർക്കറ്റിംഗ് പറയുകയാണ് ഒരു 8 എംപ്ലോയീനെ വേണമെന്ന്. അങ്ങനെ ഓരോ ഡിപ്പാർട്ട്മെൻറ്റും അവർക്ക് എത്ര എംപ്ലോയീസിനെ വേണമെന്ന് നമ്മളോട് പറയും. അതെല്ലാം കൂടി ഒരുമിച്ചിട്ട് ചേർത്തിട്ടാണ് നമ്മളിവിടെ എന്ത് ചെയ്യുന്നത്, മാൻ പവർ ഫോർകാസ്റ്റിംഗ് ചെയ്യുന്നത്. അപ്പോൾ ഓരോ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെയും മാനേജേഴ്സ് അവരുടെ റെസ്പെക്റ്റീവ് ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് എത്ര എംപ്ലോയീസിനെ വേണമെന്ന് സജസ്റ്റ് ചെയ്യുന്നു. ദെൻ രണ്ടാമത്തേതാണ് റേഷ്യോ ട്രെൻഡ് അനാലിസിസ്. റേഷ്യോ ട്രെൻഡ് അനാലിസിസിൽ പറയുന്നത്, ഇവിടെ നമ്മൾ പല റേഷ്യോസ് കാൽക്കുലേറ്റ് ചെയ്തിട്ട് അതിൻ്റെ ബേസിൽ നമ്മൾ എന്ത് ചെയ്യുകയാണ്, നമ്മൾ മാൻ പവർ ഫോർകാസ്റ്റിംഗ് നടത്തുകയാണ് ചെയ്യുക. ദെൻ മൂന്നാമത്തേത് വർക്ക് സ്റ്റഡി മെത്തേഡാണ്. ഇവിടെ നമ്മൾ ഓൾറെഡി നിങ്ങൾ ഫസ്റ്റ് ഇയറിൽ മാനേജ്മെൻറ്റിലൊക്കെ പഠിച്ച ടൈം ആൻഡ് മോഷൻ സ്റ്റഡിയൊക്കെ അല്ലേ, അപ്പോൾ ടൈം ആൻഡ് മോഷൻ സ്റ്റഡിയൊക്കെ നടത്തിയിട്ട് അതിൻ്റെ ബേസിൽ ഫോർകാസ്റ്റ് ചെയ്യുന്നതാണ് വർക്ക് സ്റ്റഡി മെത്തേഡ്. ദെൻ നാലാമത്തേതാണ് മാത്തമെറ്റിക്കൽ മോഡൽ. അതായത് മാത്സിൻ്റെ ടെക്നിക്കോട് കൂടി, മാത്തമെറ്റിക്സിൻ്റെ ടെക്നിക്സോട് കൂടി നമ്മൾ ഫോർകാസ്റ്റ് ചെയ്യുക. നിങ്ങളിപ്പോൾ ക്വാണ്ടിറ്റേറ്റീവ് ടെക്നിക്സിലൊക്കെ ക്യൂട്ടിയിലൊക്കെ പഠിച്ചിട്ടുണ്ടാവും, റിഗ്രഷൻ അനാലിസിസ്, കോറിലേഷൻ അനാലിസിസ്, പ്രോബബിലിറ്റി ടെക്നിക്കൊക്കെ. അപ്പോൾ അതിൻ്റെയൊക്കെ സഹായത്തോടു കൂടി നമ്മൾ മാൻ പവർ ഫോർകാസ്റ്റിംഗ് നടത്തുന്ന രീതിയാണെന്ത്, ഈ ഒരു മാത്തമെറ്റിക്കൽ മോഡൽ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ദീസ് ആർ ദി മേജർ 4 മെത്തേഡ്സ് ഓഫ് മാൻ പവർ ഫോർകാസ്റ്റിംഗ്.